കളമശ്ശേരി മർച്ചന്റ് അസോസിയേഷൻ വാർഷിക പൊതുയോഗം കളമശ്ശേരി ബെയ്ത്ത് കൺവെൻഷൻ സെന്ററിൽ അസോസിയേഷൻ വർക്കിംഗ് പ്രസിഡന്റ് KM ഹസൻ ഉദ്ഘാടനം ചെയ്തു. എന്നാൽ വ്യാപാരികൾ ഓരോ സൈഡിൽ നിന്നും ഓരോ ദിവസം ചെല്ലുന്തോറും അവർ ശോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനുള്ളൊരു പരിഹാരം കാണുന്നതിന് പകരം ഇന്ന് വ്യാപാരി സംഘടന നേതാക്കളായി കളിക്കുകയും സംഘടനയുടെ അംഗങ്ങൾക്ക് വേണ്ടി യാതൊരു പ്രവർത്തനവും നടത്താതെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കളമശ്ശേരിയിലെ വാർത്തകൾ ഇവിടുത്തെ ദൃശ്യമാധ്യമങ്ങൾ വളരെ വ്യക്തമായി എടുത്തു കാണിച്ചു. കളമശ്ശേരി വ്യാപാരികൾ വളരെ കലഹത്തിലാണ്. കാരണം ഒരു വിഭാഗം നേതാവായി കളിക്കുകയും ഇവിടെ ഭാരം ചുമക്കുന്ന ഭാരവാഹികളെ ആർക്കും വേണ്ടാതിരിക്കുകയും ചെയ്യാം. ഇതാണ് ഇന്നിവിടെ നടക്കുന്ന വ്യാപാരി സംഘടനകൾ മറ്റു സംഘടനകൾ നടത്തുന്ന പരിപാടി. നേതാവ് കളിക്കുകയാണ്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി പ്രവർത്തിച്ച ഞങ്ങളെല്ലാം ഇന്നും ആ ഭാരവാഹിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറിയിട്ടില്ല. എന്നാൽ പലവരും പുതിയതായി വന്നവർക്ക് നേതാവായി സംഘടനയുടെ പരസ്പര സഹായ നിധിയും മരണ ഫണ്ടുകളും ലക്ഷങ്ങൾ കളക്ട് ചെയ്ത് അവർ ദൂർത്തടിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനൊക്കെയാണ് നമ്മൾ പ്രതികരിക്കേണ്ടത്. അതുകൊണ്ടാണ് മർച്ചന്റ്സ് അസോസിയേഷൻ ഞങ്ങൾ ഇതേപോലെ പ്രവർത്തിക്കുകയും വ്യാപാരികളുടെ പ്രശ്നങ്ങൾ എന്താണോ അത് കണ്ടറിഞ്ഞ് അവരുടെ ഉള്ളിലേക്ക് ചെന്ന് പ്രവർത്തിക്കുകയും ചെയ്യുക. അതുകൂടാതെ തന്നെ ഇപ്പോൾ നടക്കുന്ന ഒരു പ്രവൃത്തി, വാടകക്കാർ GST വാടക കെട്ടിട ഉടമയ്ക്ക് കൊടുക്കണം എന്ന് പ്രഖ്യാപിക്കുന്നതിന് മുമ്പായി നമ്മളെ വ്യാപാരികൾ പലവരും അതടിച്ചു. എന്താണ് ഇവർക്ക് ഇത്രയെല്ലാം ധൃതി? ഇതെങ്ങനെയാണ് അടയ്ക്കേണ്ടത്? വാടക കിട്ടുന്ന ആളാണോ കൊടുക്കുന്ന ആളാണോ അടയ്ക്കേണ്ടത് എന്നുള്ള ഒരു നിശ്ചയവുമില്ലാതെ ചാടിക്കേറി ഒരു പൈസ അടയ്ക്കുക. ഇതെല്ലാം പറഞ്ഞ് മനസ്സിലാക്കാൻ ഇവിടുത്തെ ഒരു സംഘടനയും മുന്നിട്ട് വന്നിട്ടില്ല. എന്നാൽ ഇത് കാണുന്നു, ഉടനെ അടക്കുന്നു. GST എമൗണ്ട് ഇന്ന് 18%, 10,000 രൂപ വാടക കൊടുക്കുന്നു. 1,800 രൂപ GST എമൗണ്ടായി കെട്ടിട ഉടമയ്ക്ക് റൂമിന്റെ വാടകക്കാരന് കൊടുക്കണം. ഈ വാടകക്കാരൻ അത് വാങ്ങിക്കുകയും അവർക്ക് GST ഉണ്ടെങ്കിൽ അവർക്ക് ഇത് ഫൈൽ ചെയ്യാൻ പറ്റുള്ളൂ. കഴിഞ്ഞ 2 വർഷക്കാലമായി കളമശ്ശേരിയിലെ കച്ചവടക്കാരുടെ കൂടെ നിന്ന് പ്രവർത്തിക്കുകയും അവരുടെ എല്ലാവിധ അവകാശ സംരക്ഷണത്തിനായി നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സംഘടനയാണ് കളമശ്ശേരി മർച്ചന്റ് അസോസിയേഷൻ. നഗരസഭയിലെ ലൈസൻസ് കാര്യത്തിലും മെട്രോയുടെ ഫുട്പാത്ത് സംബന്ധമായ വിഷയത്തിലും സംഘടനയുടെ ഇടപെടൽ കച്ചവടക്കാർക്ക് ഏറെ ഗുണം ചെയ്തു. ഇപ്പോൾ നിലനിൽക്കുന്ന സാമ്പത്തിക പ്രതിസന്ധിയും മറ്റു കൂടുതൽ ബാധിക്കുന്നത് കച്ചവടക്കാരെ ആയതിനാൽ പ്രശ്നങ്ങളെ അതിജീവിച്ച് ഏറെ മുന്നോട്ടു പോകേണ്ടതുണ്ട്. കളമശ്ശേരിയിലെ എല്ലാ വ്യാപാര സുഹൃത്തുക്കളും സംഘടനയോടൊപ്പം നിന്ന് പ്രവർത്തിച്ചാൽ അനുകൂലമായ ഒരുപാട് മാറ്റങ്ങൾ വരുത്താൻ നമുക്ക് സാധിക്കും. പഴയ കാലത്ത് നാമൊക്കെ കച്ചവടം ചെയ്യുമ്പോൾ നമുക്ക് കച്ചവടം കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ ചെല്ലുമ്പോൾ നമുക്ക് ബാലൻസ് ഉണ്ടായിരുന്നു. ബാലൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ കച്ചവടം ചെയ്യുന്ന മുതലും നമ്മുടെ മറ്റ് വസ്തുക്കളിൽ നിന്നും നമുക്ക് ലാഭമായി കുറച്ച് പൈസ നമുക്ക് മെച്ചമുണ്ടായിരുന്നു. ഇന്നത്തെ കാലത്ത് നമ്മൾ കച്ചവടം ചെയ്യുമ്പോൾ നമ്മൾ ആരുടെയെങ്കിലുമൊക്കെ കയ്യിൽ നിന്ന് വീണ്ടും മേടിച്ചിട്ട് വേണം നമുക്ക് അന്നത്തെ ഒരു ദിവസം നമ്മളിൽ നിന്ന് കഴിഞ്ഞു പോകുവാൻ എന്നുള്ള ഒരു അവസ്ഥയിലേക്കാണ് വ്യാപാര രംഗം തകർന്നുകൊണ്ടിരിക്കുന്നത്. ഇതിലേക്ക് ആഗോള പ്രതിഭാസം എന്നൊക്കെ പേരിട്ട് വിളിച്ചാൽ തന്നെയും ഞാനും നിങ്ങളും അടങ്ങുന്ന ഈ കേരളക്കരയിലെ സാധാരണക്കാരായ കച്ചവടക്കാരൻ ഇന്ന് അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ നമ്മുടെ രാജ്യത്തെ ഭരിക്കുന്ന ആളുകൾ, ഭരണാധികാരികൾ തിരിച്ചറിഞ്ഞ് അതിനൊരു പ്രതിവിധി ഇവിടുത്തെ വ്യാപാരി സമൂഹവുമായി കൂടിയിരുന്ന് ചർച്ച ചെയ്ത് അതിനൊരു പരിഹാരം കണ്ടില്ലെങ്കിൽ വിദൂര ഭാവിയിൽ കച്ചവടം എന്ന രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുകയില്ല എന്ന് തന്നെയാണ് കളമശ്ശേരി മർച്ചന്റ് അസോസിയേഷൻ കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിരിക്കുന്ന എല്ലാ യോഗങ്ങളും അവരുടെ പ്രമേയങ്ങളും വിലയിരുത്തിയത്. വ്യാപാരികളുടെ പണം മാത്രം ആഗ്രഹിച്ച് അവർക്ക് വേണ്ടി ഒരു ചുക്കും ചുണ്ണാമ്പും ചെയ്യാതെ വ്യാപാരി നേതാക്കൾ ചമന്ന് വ്യാപാരികളുടെ ചോര കടിച്ചു അവരുടെ കയ്യിലുള്ള പണം പല പേരും പറഞ്ഞ് പല വിധത്തിൽ വസൂലാക്കി ബിസിനസ് ചെയ്യുമ്പോൾ കളമശ്ശേരി മർച്ചന്റ്സ് അസോസിയേഷൻ ഇതിൽ നല്ല പ്രവർത്തന മേഖല ഒരുപാട്. കളമശ്ശേരിയിലെ ഓരോ വാർത്തയും സംഭവങ്ങളും യഥാസമയം ജനങ്ങളിൽ എത്തിച്ചുകൊണ്ടിരിക്കുന്ന പ്രാദേശിക ചാനലുകളായ ന്യൂസ് 95 കേരള റിപ്പോർട്ടർ സിയാദിനെയും ന്യൂസ് ബോക്സ് ലൈവ് റിപ്പോർട്ടർ സനൂപിനെയും കളമശ്ശേരി സർവീസ് സഹകരണ ബാങ്ക് ബോർഡ് മെമ്പറായി തിരഞ്ഞെടുത്ത KMA കമ്മിറ്റി അംഗമായ സലീം കാരുവള്ളിയെയും ചടങ്ങിൽ ആദരിച്ചു.
കളമശ്ശേരി മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് അലിയാർ കാരുവള്ളി അധ്യക്ഷത വഹിച്ചു. മർച്ചന്റ് അസോസിയേഷൻ ജോയിന്റ് സെക്രട്ടറി AG ജോഷി, ട്രഷറർ മുഹമ്മദ് ഗൌസ്, TA കരീം, TK മൂസ, ഗിരീഷ് തുടങ്ങിയവർ സംസാരിച്ചു.